അടുത്തത് നമ്മൾ പേജ് നമ്പർ 27 പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ്. അതായത് ഓഡ് നമ്പേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രയാണ്? 3 ഇൻറ്റു മിഡിൽ ടേം ആണ്. 5 കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ 5 ഇൻറ്റു മിഡിൽ ടേം ആണ്. 7 കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ 7 ഇൻറ്റു മിഡിൽ ടേം ആണ്. അപ്പൊ അങ്ങനെ പോകും. അപ്പൊ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഇന്നത്തെ ക്ലാസ്സിലെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പ്രോബ്ലം നോക്കിയേ. The first term of an arithmetic sequence is 10 and the sum of the first 5 terms is 250. Can you find the sequence? അതായത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 10 ആണ്. പിന്നെ 5 ടേംസിന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള 5 ടേംസിന്റെ 5 പദങ്ങളുടെ സം തന്നിട്ടുണ്ട് 250. അതിന്റെ സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ഫസ്റ്റ് ടേം 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഉണ്ടെങ്കിൽ മിഡിൽ ടേം എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? തേർഡ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ മൊത്തം സമ്മ് തന്നിട്ടുണ്ട്. എത്രയാണ്? 250. ഇനി നമുക്ക് ഈ സീക്വൻസ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം 5 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5 ഇൻറ്റു മിഡിൽ ടേം ആണ് അല്ലെ? അപ്പൊ ഈ 5 ഇൻറ്റു മിഡിൽ ടേം ആണ് എന്ത്? 250 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ടേം എത്രയാണ്? തേർഡ് ആണ് അല്ലെ? അപ്പൊ 5 ഇൻറ്റു തേർഡ് ടേം ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 എന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ നമുക്ക് ഈ തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? ഈ ഇൻറ്റു 5 അപ്പുറത്തോട്ട് ഉണ്ടാവും. ഇൻറ്റു 5 ഈക്വലിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ എന്താവും? ഡിവൈഡഡ് ബൈ 5 ആവും. കട്ട് ചെയ്യാം. 5 1 ടൈം, 25 5 ടൈം, 0. അപ്പൊ തേർഡ് ടേം നമുക്ക് എടുത്ത് കിട്ടി. എത്രയാണ്? 50. അപ്പൊ നമ്മൾ തേർഡ് ടേം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ സീക്വൻസ് കംപ്ലീറ്റ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് എത്രയാണ്? ഫസ്റ്റ് ടേം എന്താണ്? 10 ആണ്. ഫസ്റ്റ് ടേം 10 ആണ് ക്വസ്റ്റ്യനില്. ഇവിടെ 5 എന്നാണ് നമ്മൾ ഇട്ടത്. 10 ആണ് ക്വസ്റ്റ്യനില്. ഓക്കെ, ഫസ്റ്റ് ടേം എത്രയാണ്? 10 ആണ്. തേർഡ് ടേം നമുക്ക് കിട്ടി എത്രയാണ്? 50 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബാക്കിയുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം അല്ലെ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ? തേർഡിന്ന് ഫസ്റ്റിലോട്ട് എത്ര സ്റ്റെപ്പ് ഉണ്ട്? 3 - 1 2 സ്റ്റെപ്പ് ഉണ്ട്. ഈ 2 സ്റ്റെപ്പില് എത്ര നമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 50 - 10 എത്ര നമ്പേഴ്സ് ഉണ്ട്? 40 നമ്പേഴ്സ് അല്ലെ? അപ്പൊ ഈ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് ആണ്? 2 കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എന്ത് ചെയ്യണം? 40/2 ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ എത്ര ചെയ്യണം? 20 കിട്ടും അല്ലെ? അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി. എത്രയാണ്? 20. ഇനി കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബാക്കിയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എത്രയാണ്? 10 ആണ്. അപ്പൊ സെക്കൻഡ് ടേം കോമൺ ഡിഫറൻസ് 20 ആയതിനാൽ സെക്കൻഡ് ടേം എത്രയായിരിക്കും? 30 ആയിരിക്കും. തേർഡ് ടേം നമുക്കറിയാം 50. നെക്സ്റ്റ് എന്തായിരിക്കും? 50നോട് 20 പ്ലസ് ചെയ്താൽ 70. 70നോട് 20 പ്ലസ് ചെയ്താൽ 90. അപ്പൊ എന്താണ് സീരീസ്?
ഫസ്റ്റ് ടേം 10, നെക്സ്റ്റ് 30, തേർഡ് ടേം 50, പിന്നെ 70, പിന്നെ 90. അപ്പൊ ഇതാണ് സീരീസ്. അപ്പൊ നമുക്ക് ഈ സീക്വൻസ് കിട്ടി. അപ്പൊ ആദ്യം നമുക്ക് ഈ സീക്വൻസ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ 5 ടേംസ് പ്ലസ് ചെയ്താൽ 250 കിട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ് സീക്വൻസിലെ നമ്പർ? 10 പ്ലസ് 30 പ്ലസ് 50 പ്ലസ് 70 പ്ലസ് 90. പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0. 9 plus 7, 16. 16 plus 5, 21. 21 plus 4, 21 plus 3, 24. 24 plus 1, 25. 250. അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ എന്താ ചെയ്തത്? സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മ് കാണാനായിട്ട് ആദ്യം എന്ത് ഇത് നമുക്കറിയാം. 5 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു മിഡിൽ ടേം ആണ്. അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്ത് മിഡിൽ ടേം 30 കണ്ടുപിടിച്ചു. അതിനുശേഷം ഫസ്റ്റ് ടേമും മിഡിൽ ടേമും വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അതിനുശേഷം സീക്വൻസ് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് പേജ് നമ്പർ 27 പ്രാക്ടീസ് പ്രോബ്ലംസ് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് with the sum of the first 7 terms as 70. 3 അരിത്തമെറ്റിക് സീക്വൻസസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 7 ടേംസ് ഉണ്ടാവണം. ആ 3 അരിത്തമെറ്റിക് സീക്വൻസ് 3 എക്സാമ്പിൾസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതിൽ 3 എണ്ണത്തിലും എത്ര ടേംസ് ഉണ്ടാവണം? 7 ടേംസ് ഉണ്ടാവണം. അതിന്റെ സം എത്രയായിരിക്കണം? 70 ആയിരിക്കണം. 7 ടേംസിന്റെയും സം എന്തായിരിക്കണം? 70 ആയിരിക്കണം. അപ്പൊ 7 ടേംസ് എന്ന് പറയുമ്പോൾ അതിന്റെ മിഡിൽ ടേം ഏതായിരിക്കും? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്. അപ്പൊ അതിന്റെ മിഡിൽ ടേം എത്രയാണ്? 4th ആണ് അല്ലെ? അപ്പോ അതിൽ സം തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ സം തന്നിട്ടുണ്ട്. എത്രയാണ്? സം തന്നിട്ടുണ്ട് 70 ആണ് അല്ലെ? അപ്പോ സം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മിഡിൽ ടേം കണ്ടുപിടിക്കാം. 7 ടേംസ് ഉള്ളത് കൊണ്ടിട്ട് ഈ 70 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 7 ഇൻറ്റു മിഡിൽ ടേം ആണ്. മിഡിൽ ടേം 4th ആയതിനാൽ 7 ഇൻറ്റു 4th ആണ് എന്തെന്ന് പറയുന്നത്? 70 എന്ന് പറയുന്നത് അല്ലെ? അപ്പോ 4th ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? ഇൻറ്റു 7 ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 7. കട്ട് ചെയ്യാം. 7ല് 1 ടൈം, 7ല് 1 ടൈം, 0 10 ടൈംസ്. അപ്പൊ 4th ടേം എത്ര കിട്ടി നമുക്ക്? 10 കിട്ടി അല്ലെ? അതായത് എല്ലാ സീക്വൻസിലും 4th ടേം എന്തായിരിക്കണം? 10 ആയിരിക്കണം. എങ്കിൽ മാത്രമേ സമ്മ് നമുക്ക് 70 ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ടുള്ള ഒരു സീക്വൻസസ് നോക്കാം. അതിൽ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് 1 ആക്കി എടുക്കാം. കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ മിഡിൽ ടേം എത്രയാണ്? 10. അപ്പൊ അതിനു മുമ്പുള്ള ടേം 9, 8. അതിനു മുമ്പ് എത്ര നമ്പേഴ്സ് വേണം? 3 നമ്പേഴ്സ് വേണം. 7 അല്ലെ? അതിനുശേഷം 3 നമ്പേഴ്സ് 11, 12, 13. ഇതൊരു സീക്വൻസ് ആണ്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് 2 ആക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം. കോമൺ ഡിഫറൻസ് 2 ആക്കി എടുക്കാം. കോമൺ ഡിഫറൻസ് 2 ആണെങ്കിലും മിഡിൽ ടേം എന്തായിരിക്കണം? 10 തന്നെ ആയിരിക്കണം. അപ്പൊ അതിനു മുമ്പുള്ള കോമൺ ഡിഫറൻസ് 2 ആണെങ്കിൽ അതിനു മുമ്പുള്ള നമ്പർ എത്രയായിരിക്കും? 8, പിന്നെ അതിനു മുമ്പ് 6, പിന്നെ അതിനു മുമ്പ് 4, അതിനുശേഷം 12, 14, 16.
നമുക്ക് ഇഷ്ടമുള്ളത് എത്ര എടുക്കാം കോമൺ ഡിഫറൻസ്. ഇനി അടുത്തത് നമുക്ക് കോമൺ ഡിഫറൻസ് -1 ആക്കി എടുക്കാം. -1 ആയാലും മിഡിൽ ടേം എത്രയാണ്? 10. അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ എത്രയാണ്? 11. ഇതിനു മുമ്പ് 12. ഇതിനു മുമ്പ് 13. ഇതിന് ശേഷം 9, 8, 7. അപ്പൊ 3 സീക്വൻസസ് ഉണ്ടാക്കാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് ഇഷ്ടമുള്ളത് എടുത്തിട്ട് നമുക്ക് 3 സീക്വൻസസ് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The sum of the first 3 terms of arithmetic sequence is 30 and the sum of the first 7 terms is 140. First question, what is the second term of the sequence and what is the fourth term of the sequence? What are the first 3 terms of the sequence? അപ്പോൾ ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 30. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതില് സെക്കൻഡ് ടേം മിഡിൽ ടേം ആണ്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. പിന്നെ വേറെന്താ തന്നേക്കുന്നത്? ഫസ്റ്റ് 7 ടേംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് സെവൻത്ത്. എത്രയാണ്? 140. ഇത്രയും തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. നമുക്കറിയാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേംസ് പ്ലസ് ചെയ്താൽ 30 ആണ്. ആദ്യത്തെ 3 ടേംസ് പ്ലസ് ചെയ്താൽ 30 ആണ്. അതായത് 3 ടേംസ് ആയ കാരണം 3 ഇൻറ്റു മിഡിൽ ടേം ആണ് എന്ത് 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു സെക്കൻഡ് 3 ഇൻറ്റു മിഡിൽ ടേം എത്രയാണ്? സെക്കൻഡ് ആണ്. എത്രയാണ്? 30. സെക്കൻഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മള് ഈ 3നെ പുറത്തോട്ട് കൊണ്ടുവരാ. ഇൻറ്റു 3 എന്താവും? ഡിവൈഡ് ബൈ 3 ആവും. കട്ട് ചെയ്യാ. 1 ടൈം 10 ടൈം. അപ്പൊ സെക്കൻഡ് ടേം എത്ര കിട്ടി? 10 കിട്ടി. അല്ലെ? അപ്പൊ 10 കിട്ടി. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ടേം കണ്ടുപിടിക്കാനാണ്. ഫോർത്ത് ടേം നമുക്ക് ഈ സീക്വൻസ് ഈ സമ്മിൽ നിന്ന് കണ്ടുപിടിക്കാം. കാരണം ഇതിന്റെ മിഡിൽ ടേം എന്താണ്? ഫോർത്ത് ആണ്. അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. അതായത് 7 ടേംസ് ഉണ്ട്. അപ്പൊ എന്താണ്? 7 ഇൻറ്റു മിഡിൽ ടേം ആണ് എന്ത്? 140. അപ്പൊ ഇതിലെ മിഡിൽ ടേം ഫോർത്ത്. 7 ഇൻറ്റു ഫോർത്ത് ആണ് എന്ത്? 140. അപ്പൊ ഫോർത്ത് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഈ 7നെ പുറത്തോട്ട് കൊണ്ടുവരാം. 140 ബൈ 7 അല്ലെ? 1 ടൈം 14ല് 2 ടൈം 20. അപ്പൊ ഫോർത്ത് ടേം എത്രയാണ്? 20. ഇനി എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ആദ്യത്തെ 3 ടേംസ് എത്രയാണെന്ന് 1 2 3 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സെക്കൻഡ് ടേം കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 10. ഇനി ഫോർത്ത് ടേം കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 20 അല്ലെ? അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് കണ്ടുപിടിക്കാം. സെക്കൻഡിൽ നിന്ന് ഫോർത്തിലോട്ട് പോകാനായിട്ട് എത്ര പൊസിഷൻസ് ഉണ്ട്? 2 പൊസിഷൻസ് അല്ലെ? 4 - 2 ചെയ്യുമ്പോൾ 2 പൊസിഷൻസ് കിട്ടും. അതുപോലെ തന്നെ ഈ 2 പൊസിഷൻസിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്?
ഇത് മൈനസ് ചെയ്യാൻ 20 മൈനസ് 10 എത്രയാണ് 10. അപ്പൊ ഈ 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് ആണ് 2 കോമൺ ഡിഫറൻസ് ആണ് അല്ലെ. അപ്പൊ 2 കോമൺ ഡിഫറൻസ് ആണ് 10. അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എത്ര ചെയ്യണം എന്ത് ചെയ്യണം 10/2 എത്രയാണ് 5. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി എന്താണ് 5. ഇപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം എല്ലാ നമ്പേഴ്സും കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം എത്രയാണ് സെക്കൻഡ് ടേം 10 ആണ്. അപ്പൊ ഇതിന് മുമ്പുള്ള നമ്പർ എത്രയാണ് 5 ആയിരിക്കും. അതിന് ശേഷമുള്ള നമ്പർ എത്രയാണ് 15 ആയിരിക്കും. കോമൺ ഡിഫറൻസ് 5 ആയതിനാൽ 5 കുറക്കുക 5 പ്ലസ് ചെയ്യുക. അപ്പൊ ഇതാണ് ആദ്യത്തെ 3 നമ്പേഴ്സ്, ആദ്യത്തെ 3 ടേംസ്.